മന്ത്രി സജി ചെറിയാന്റെ കൺമുന്നിൽ വെച്ചാണ് എം.എൽ.എ. ഉമാ തോമസ് അപകടത്തിൽപ്പെട്ടത്. 15 അടി താഴ്ചയിലേക്ക് വീണ എം.എൽ.എയെ താഴെ ഉണ്ടായിരുന്നവർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. എന്നിട്ടും മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനത്തിൽ അടക്കം പങ്കെടുത്താണ് മടങ്ങിയത്. എറണാകുളം എം.പിയും കോൺഗ്രസ് നേതാവുമായ ഹൈബി ഈഡനും വേദിയിലെത്തി. അപകടത്തിന് ശേഷമാണ് ഹൈബി എത്തിയതെന്നാണ് സൂചന. ഏതായാലും നടി ദിവ്യ ഉണ്ണിയുടെ റെക്കോർഡ് നേട്ടം ആസ്വദിക്കുന്നതിൽ നിന്നും മന്ത്രിയെയും എം.പിയെയും മറ്റ് പൗരപ്രമുഖരെയൊന്നും ഉമാ തോമസിനുണ്ടായ ദുരന്തം ബാധിച്ചില്ല. ഉദ്ഘാടനത്തിന് ശേഷമാണ് മന്ത്രി സജി ചെറിയാൻ അടക്കം ആശുപത്രിയിൽ എത്തിയത്. വീണ് പരിക്കേറ്റ ഉമാ തോമസിനെ ആളുകൾ അതിവേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇതിനുശേഷവും പരിപാടിയിൽ വലിയ സങ്കോചമൊന്നുമില്ലാതെ മന്ത്രിയും എം.പിയും പങ്കെടുത്തു. രണ്ടുപേരും ഇതിനിടെ എന്തോ സംസാരിക്കുന്നതും മറ്റും പരിപാടിയുടെ തത്സമയ സംപ്രേഷണത്തിൽ വ്യക്തം. ഇങ്ങനെയൊരു അപകടത്തിൻ്റെ സൂചനകൾ പോലും ആ തത്സമയ വീഡിയോയിൽ കാണിച്ചതുമില്ല. ആ വീഡിയോ വ്യക്തമായി പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിൽ മന്ത്രിയുടെ അടുത്തെത്തി ADGP ശ്രീജിത്ത് എന്തോ പറയുന്നുണ്ട്. അത് കേട്ട് മന്ത്രി തലയിൽ കൈവയ്ക്കുന്നതും കാണാം. പക്ഷേ പരിപാടി വിട്ട് ആശുപത്രിയിലേക്കോ മറ്റോ ആ ഘട്ടത്തിൽ പോയില്ല. അപകടത്തിൻ്റെ രൂക്ഷത മന്ത്രിക്ക് മനസ്സിലായി എന്നും ആ തലയിൽ കൈവച്ചതിൽ വ്യക്തം. പണം ഞങ്ങൾ തരും. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തുന്ന നൃത്ത പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കുന്നതിനിടെ ആയിരുന്നു അപകടം. കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ 12,000 നർത്തകരുടെ ഭരതനാട്യ പരിപാടിയിൽ അതിഥിയായി എത്തിയതായിരുന്നു ഉമാ തോമസ്. മൃദംഗ വിഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് മൃദംഗനാദം എന്ന പേരിൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലാണ് നൃത്ത പരിപാടി. ആലുക്കാസിന്റെ പ്രധാന സ്പോൺസർഷിപ്പിലായിരുന്നു പരിപാടി. സ്റ്റേഡിയത്തിൽ ഗ്രൗണ്ടിനോട് ചേർന്ന് 10 അടിയിലേറെ ഉയരത്തിലാണ് VIP ഗാലറി ഒരുക്കിയിരുന്നത്. പരിപാടിക്കെത്തിയ എം.എൽ.എ. താഴത്ത് നിന്ന് നടന്നു കയറി VIP ഗാലറി ഭാഗത്ത് എത്തി. ഉദ്ഘാടകനായ മന്ത്രി സജി ചെറിയാനെ കണ്ടതോടെ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിനടുത്തേക്ക് നടന്നു നീങ്ങാനൊരുങ്ങുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായ വീഴ്ചയെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞതെന്നാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. സുരക്ഷയുടെ ഭാഗമായി റിബൺ കോർത്തായിരുന്നു ഗാലറിയിൽ നിന്ന് താഴേക്കുള്ള ഭാഗത്ത് വേർതിരിച്ചതെന്നായിരുന്നു സൂചന. അതായത് ഉമാ തോമസ് വീഴുന്നത് അടക്കം മന്ത്രി കണ്ടിട്ടുണ്ടെന്ന് സാരം. നിയമസഭയിലെ സഹപ്രവർത്തകയ്ക്ക് വീണ് ഗുരുതര പരിക്കേറ്റിട്ടും ഉദ്ഘാടനം തീരും വരെ അവിടെ മന്ത്രി തുടർന്നു. എം.എൽ.എക്ക് ഗുരുതര പരിക്കേറ്റെന്നറിഞ്ഞാൽ അപ്പോൾ തന്നെ മന്ത്രി ആശുപത്രിയിൽ ഓടിയെത്തുക എന്ന പതിവ് ഇവിടെ ആരും കണ്ടില്ല. മന്ത്രിയോട് പരിപാടിക്കിടെ ആരോ എന്തോ ചെവിയിൽ പറയുന്നതെല്ലാം തത്സമയ വീഡിയോയിൽ കാണാം. ദൃശ്യ ശ്രാവ്യ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന മൃദംഗ വിഷന്റെ നേതൃത്വത്തിൽ വൈകിട്ട് 6-നായിരുന്നു കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പരിപാടി നിശ്ചയിച്ചിരുന്നത്. ഇതിനു മുൻപ് തമിഴ്നാട്ടിൽ 10,500 നർത്തകിമാർ പങ്കെടുത്ത ഭരതനാട്യത്തിനാണ് ഗിന്നസ് റെക്കോർഡുള്ളത്. ഇത് മറികടക്കാനായിരുന്നു ശ്രമം. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് അദ്ദേഹത്തിൻ്റെ മകൻ ദീപാങ്കുരൻ സംഗീതം നൽകി പിന്നണി ഗായകൻ അനൂപ് ശങ്കർ ആലപിച്ച ഗാനത്തിന് അനുസൃതമായാണ് നൃത്തം ചിട്ടപ്പെടുത്തിയത്. 50ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 7 വയസ്സിന് മുകളിൽ പ്രായമുള്ള നർത്തകരാണ് പങ്കെടുക്കാനെത്തിയത്. പരിപാടി കാണാൻ വൈകിട്ട് 3 മണി മുതൽ കാണികൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിത്തുടങ്ങിയിരുന്നു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.